الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله اللهم صل وسلم وزد وبارك على سيدنا محمد وعلى آله وأصحابه وأتباعه وأهل الخير كلهم أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവ്വാദരണീയരായ സമസ്ത ജമിയത്തുൽ ഉലമായുടെ ഓൺലൈൻ ജാലകമായ SKICR-ിലൂടെ അനുബന്ധ ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സയ്യിദന്മാരെ, സദാത്തുക്കളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ത്വാഅത്തിലായി മരണം വരെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും വലിയ ചിന്തകളുമൊക്കെ അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വളരെ മാനസികമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൂട്ടുമല ബാപ്പുസ്താദിന്റെ വഫാത്ത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ സുന്നി കൈരളിയെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പോലും നമുക്കൊന്നും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല. ഇന്ന് വൈകിട്ട് പലരുമായും സംസാരിക്കേണ്ടി വന്നപ്പോൾ അവരോടെല്ലാവരോടും പറയേണ്ടി വന്നത് ഒന്നരായ ഷെയ്ഖുനയുടെ വഫാത്ത് ഒരിക്കലും മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എടക്കര ഖബർസ്ഥാൻ ജുമാ മസ്ജിദിൽ ആദ്യമായി എനിക്ക് ജുമുഅ ഉദ്ഘാടനം ചെയ്തു തന്നത് വന്യരായ ഉസ്താദ് അവറുകളായിരുന്നു. അന്ന് ഉസ്താദ് ഏൽപ്പിച്ച ആ ഒരു ഖുതുബയാണ്, ജുമുഅയാണ് ഇന്നും 3 വർഷക്കാലമായി ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം ഉസ്താദുമായിട്ട് പരിചയപ്പെടുകയും അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന നിലമ്പൂർ ചുങ്കത്തറയിലെ എൻ്റെ വിദ്യാർത്ഥികളുമായി ഉസ്താദ് സംവദിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം ഞാനിവിടെ സ്മരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദരായ ഉസ്താദ് അവറുകൾ ഒരു വല്ലാത്ത എനർജിയായിരുന്നു നമുക്കൊക്കെ പാസ് ചെയ്തു തന്നിരുന്നത്. ഉസ്താദ് ഉള്ള പരിസരങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്ത ഊർജ്ജസ്വലത ഫീൽ ചെയ്യാറുണ്ട്. വല്ലാത്തൊരു പോസിറ്റീവ് അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദറജയെ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ.
കേരള മുസ്ലിങ്ങൾ ഒന്നാകമാനം കഴിഞ്ഞ ദിവസം കൊട്ടുമല കോംപ്ലക്സിൽ ഒരുമിച്ച് കൂടിയത് നമ്മൾ കണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെയൊക്കെ അങ്ങനെയാക്കി തീർക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ മനോഹരമായൊരു വചനം ഉസ്താദിന്റെ ആ വഫാത്തിനോട് ഞാൻ ചേർത്ത് വായിക്കുകയാണ്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്ത ആളുകൾ, നന്മ പ്രവർത്തിച്ച ആളുകൾ, സുഹൃതങ്ങൾ ചെയ്ത ആളുകൾ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, അവരെ ഇഷ്ടപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഒരുപാടുണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട്. ഒരു ആലിമിന് വേണ്ട, ഒരു ഉഖ്റവിയായ പണ്ഡിതന് വേണ്ട എല്ലാ ഗുണങ്ങളും വന്ദ്യനായ ശൈഖുനാ ഉസ്താദ് അവറുകളിൽ നിലനിന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. ലാ തജ്ലിസു ഇലാ കുല്ലി ആലിമിൻ, നിങ്ങൾ ഒരു ആലിമിന്റെ അടുത്തേക്കും ഇരിക്കാൻ പാടില്ല. എങ്ങനെയുള്ള പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ആലിമാരാണ്. യദ്ഉക്കും, ആലിം നിങ്ങളെ വിളിക്കുന്നുണ്ട്. മിനൽ ഖംസി ഇലൽ ഖംസ്, 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെയുള്ള ആലിമിന്റെ അടുത്താണ് നിങ്ങൾ ഇരിക്കേണ്ടതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തെ കാര്യം മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയങ്ങളിൽ നിന്ന് ഉറപ്പിന്റെ വഴിയിലേക്ക് വിളിക്കുന്ന ആളുകൾ. ആളുകൾക്ക് സംശയമുണ്ടാകുന്ന സ്ഥലത്തൊക്കെ യഖീൻ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഒരുപാട് കഴിവുകളുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. വിദഗ്ധർക്കെതിരെയുള്ള ഖണ്ഡനത്തിനും വാദപ്രതിവാദങ്ങൾക്കൊക്കെ വലിയൊരു സിദ്ധി തന്നെയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ പിതാവിൻ്റെയും ഒരു വലിയ വല്ലിപ്പയുടെയും ഒക്കെ പുത്രനായി, പേരമകനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയ മഹാനാണ് കൊട്ടുമല ഉസ്താദ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബ്സ ലാ യഖ്റുജു ഇല്ലാ നകിദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ, നല്ല മണ്ണിൽ നിന്ന്, ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നിന്ന് മാത്രമാണ് നല്ല വിളകളുണ്ടാവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. വളരെ ആ ആയത്തിനെ വളരെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ജീവിതം തന്നെ. കോട്ടുമല ഉസ്താദ്, ശൈഖുനാ കോട്ടുമല ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാരാണ്. ഒരു കാലഘട്ടം മുഴുവൻ ഈ സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ അറിവിന്റെ മഹാ വഴിയിലേക്ക് നയിക്കുകയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വലിയ മഹാമനീഷിയുടെ പുത്രനാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ. തന്റെ ഉമ്മയുടെ പിതാവ് കോമ മുസ്ലിയാർ വലിയ മഹാനായിരുന്നു, അഗ്രസേനായ വലിയ അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു, വലിയ മുത്തഖിയും വലിയ വറഅമുള്ള മുതവാളിആയ തവാളുമായി നടന്ന വലിയ മനുഷ്യനായിരുന്നു. അല്ലേ? നമ്മൾ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനെ കൂടി സ്മരിക്കുന്ന സമയമാണ്. ശരിക്കും ആലോചിച്ച് നോക്കൂ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളവറുകൾ വഫാത്തായ അന്ന് രാത്രിയാണ്
ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ നമ്മളോട് യാത്ര പറഞ്ഞത്. ഷെയ്ഖ് ജീലാനിയുടെ പിതാവിനെ പോലെ തന്നെ വലിയൊരു സാമ്യത ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ പിതാവ് ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാരിലും നമ്മൾ ദർശിച്ചിട്ടുണ്ട്. കുടുംബം തന്നെ അങ്ങനെയായിരുന്നു. ആ ഒരു വഴിയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ജീവിച്ചത്. തന്റെ ഭാര്യയുടെ പിതാവ് കോട്ടുമല വാപ്പുസ്താദിന്റെ പിതാവ് ആരാണ്? ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആത്മീയ വിഹായസിൽ ജ്യോതിർഗോളമായി നിലകൊണ്ട മഹാനായ ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവറുകൾ. ആരായിരുന്നു ബാപ്പു മുസ്ലിയാരെന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഒരാളെ മരുമകനായി തിരഞ്ഞെടുക്കണമെങ്കിൽ, നമ്മുടെ നാട്ടിലൊരു പുതിയാപ്പിള തിരയുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റിയെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ആരിഫായ തസൂഫിന്റെ അഗാധങ്ങളിൽ ആഴിയിൽ മുങ്ങിക്കുളിച്ച ഒരു മഹാൻ തന്റെ മകൾക്ക് വരനായി കണ്ടത് മഹാനായ ശൈഖുന കോട്ടുമല ബാപ്പുസ്താദ് അവർകളെയായിരുന്നു. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് അങ്ങനെ കാണണമെങ്കിൽ ആരായിരിക്കണം ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് എന്ന് നമ്മളൊരു വേള ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു പോവുകയാണ്. കോട്ടുമല ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനാണ്, എല്ലാവർക്കും വാചാലമായി സംസാരിക്കാനാണ്. 85ാമത്തെ സമസ്തയുടെ വാർഷികവും 90ാമത്തെ വാർഷികവും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുസ്താദാണ്. പല ആളുകളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സ്വാഗത പ്രഭാഷണം നീണ്ടതിനെക്കുറിച്ച് 85ാം വാർഷികത്തിലെ സുദീർഘമായ പ്രഭാഷണം അത്ഭുതത്തോടുകൂടിയാണെന്ന് കേട്ടുനിന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ തനതായ ശൈലികളും മാർഗങ്ങളും വഴിത്താരകളുമൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ആ പ്രഭാഷണം വല്ലാത്തൊരു പ്രഭാഷണമായിരുന്നു. പലർക്കും നീരസുണ്ടായി ആ പ്രഭാഷണം അങ്ങനെ നീണ്ടതിന്റെ പേരിൽ. പിന്നീട് ശൈഖുനാനോട് ആരോ ചോദിച്ചു അത്രേ, അന്നെന്തേ ഇത്ര നീട്ടി നിങ്ങൾ സ്വാഗതം പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അതിനൊരു മറുപടി പറഞ്ഞു എന്നാണ്. ഉസ്താദ് പറഞ്ഞു അത്രേ, ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ജനപ്രതിനിധികളൊക്കെ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥയാണ്. സമസ്തക്ക് പറയാനുള്ളത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അതിന്റെ എയിംസും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം സ്വാഗത ഭാഷണമാണെന്ന് ഉസ്താദ് പറഞ്ഞു അത്രേ. വലിയ സ്റ്റേജിലിരിക്കുമ്പോഴും ഉസ്താദിനെ വലിയ ഒരാളായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. സ്റ്റേജിന്റെ താഴേക്ക് വന്നാൽ നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളോട് കൂടെ നിൽക്കുന്ന, തോളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ വളരെ സൗഹാർദ്ദപൂർവ്വം നിൽക്കുന്ന ഉസ്താദിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. 90ാം വാർഷികത്തിന്റെ സമ്മേളനത്തിൽ ആദ്യമായി ആലപ്പുഴയിലെത്തിയത് ഉസ്താദാണ്. ഏറ്റവും അവസാനമായി അവിടെ നിന്ന് യാത്രയായതും ഉസ്താദാണ് എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അവറുകൾ ആദ്യമായിട്ടാണ് അവിടെ ചെന്നത്. ആദ്യമായിട്ട് എല്ലാവരും എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ചെന്നു. എല്ലാവരും പോയി, പിരിഞ്ഞുപോയി. സമ്മേളനം കഴിഞ്ഞു, അവസാനിച്ചു. ഭാരാവാരങ്ങൾ കതിച്ചുകൂടിയ ജനനിബിഡമായ സദസ്സ് അത് കാലിയായി. എല്ലാവരും തിരിച്ചുപോയി. അവസാനത്തെ വേസ്റ്റും പെറുക്കിയിട്ടിട്ട് വിഖായുടെയും നമ്മുടെ വളണ്ടിയേഴ്സും ഒക്കെ തിരിച്ചുപോയതിനു ശേഷം രംഗം ശാന്തമാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ തിരിച്ചുപോയത്. വല്ലാത്തൊരു ഊർജം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉസ്താദുള്ള സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് പോലും അത് ഫീൽ ചെയ്യാൻ പറ്റും. വല്ലാത്തൊരു ഊർജ്ജസ്വലത, വല്ലാത്തൊരു ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഉസ്താദിന്റെ ആ ആകാര സൗഷ്ഠവവും എല്ലാം തുറന്നു പറയാൻ കാണിക്കുന്ന ആ വല്ലാത്തൊരു മാനസികാവസ്ഥയും കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള ഉസ്താദിന്റെ ആ വളരെ വലിയ കഴിവുമൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അല്ലേ, ഈ ഉമ്മത്തിനിടയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ
നടത്തിയ രണ്ട് യാത്രകൾ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ 85-ാം വാർഷികവും 90-ാം വാർഷികവും സമ്മേളനത്തിൽ ഉസ്താദ് ഒരു ജനറൽ കൺവീനറാണ്. ആ സമയത്ത് പോലും ഉസ്താദ് കേരളത്തിന്റെ ഒരു തലയിൽ നിന്ന് മറ്റൊരു തല വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ്ക്ക് വേണ്ടി കൊടിപിടിച്ച് പതാക പിടിച്ച് ആവേശമായി ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ആവേശമായി ഉസ്താദ് തന്നെ മുന്നിൽ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ആ സാന്നിധ്യം നമുക്ക് വളരെ വലിയ ആവേശമായിരുന്നു, വളരെ ആകർഷണീയമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ വാക്കുകൾ വളരെ ഊർജം നൽകുന്നതായിരുന്നു. ഉസ്താദ് അവറുകളുടെ മൊഴികൾ, ഉസ്താദ് അവറുകളുടെ സംസാരം വളരെ നിഷ്കളങ്കതയിലൂന്നിയിട്ടായിരുന്നു. സജീവമായി ഉസ്താദ് അവറുകൾ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചു. എല്ലാം ഉസ്താദിന്റെ ഊർജ്ജസ്വലത, പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ, കാര്യക്ഷമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രവർത്തന ചടുലത, ഇതിലൊക്കെ പുതിയ തലമുറയ്ക്ക് പോലും വരാൻ പോകുന്ന ആളുകൾക്ക് പോലും വലിയ മാതൃകയായിരുന്നു. സുപ്രഭാതം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പത്രം സത്യം പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടർന്നതായിരുന്നില്ല സുപ്രഭാതം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഊർജമായിരുന്നു സുപ്രഭാതം. ഉസ്താദായിരുന്നു അതിനുവേണ്ടി മുൻകൈയെടുത്തത് എന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് സബക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ സ്ഥാപനത്തിന്റെ മാനേജർ, മലപ്പുറം ജില്ലയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദിർ അൽ ഖാസിമി ഉസ്താദ് അവറുകൾ പറഞ്ഞ ഒരു കാര്യം പലപ്പോഴും ഓർക്കുകയാണ്. ഓരോന്നിനും വേണ്ടിയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ നടത്തിയ വലിയ പ്രയത്നങ്ങൾ, വലിയ കാര്യങ്ങൾ, വലിയ വലിയ വിഷയങ്ങൾ, എത്ര വലിയ പ്രശ്നങ്ങളും സങ്കീർണമായ വിഷയങ്ങളും മുമ്പിലെത്തുമ്പോൾ വളരെ സിമ്പിളായി അത് കൈകാര്യം ചെയ്തു കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. 2010 തോന്നുന്നു, ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, കോഴിച്ചേനയിൽ ഒരു സമ്മേളനം, സമസ്ത നയവിശദീകരണ സമ്മേളനം വെച്ചു. നയവിശദീകരണ സമ്മേളനം വെച്ചപ്പോ എല്ലാവരും അതിന് പിന്മാറാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ കൊട്ടുമല ബാപ്പു ഉസ്താദ് മാത്രമാണ് അതിൽ ഉറച്ചു നിന്നത്. ഇല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നയം വ്യക്തമാക്കിയേ തീരൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കൃത്യമായ നയവും ദിശാബോധവും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ വായിച്ചു തോർക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രഭാതത്തിന്റെ അതിന്റെ എഡിറ്റർ സജീവൻ എഴുതിയ ഒരു അനുസ്മരണക്കുറിപ്പ്. സജീവനോട് പറഞ്ഞത്, നിങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ പത്രത്തിൽ പത്രമാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഒരു നിർദ്ദിഷ്ട പോസ്റ്റിലേക്ക്, തസ്തികയിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് വന്നയാളുകളൊക്കെ തിരിച്ചയച്ചു. സജീവനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. വന്നയാളുകളൊക്കെ തിരിച്ചയച്ചു. കാരണം ഒന്നും യോജിക്കാത്ത ആളുകളായതുകൊണ്ട് ആരെയും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഷെയ്ഖുനാന്റെ അടുത്ത് ചോദിച്ചു, എന്താ ചെയ്യുക? ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഒരു മരുമകനുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തോ, എന്നിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതിയെന്ന്. പറ്റുകയാണെങ്കിൽ എടുത്താൽ മതിയെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒരു മനസ്സ് അതെവിടെ നിന്നാ കഴിയുക? ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അങ്ങനെയായിരുന്നു. നിന്റെ ചെലവില് അല്ലെങ്കിൽ എന്റെ റെക്കമെൻഡേഷന് കൊണ്ട് എന്റെ കുടുംബത്തിക്കൊന്നും കിട്ടണ്ട എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നിശ്ചയദാർഢ്യം. സുപ്രഭാതം എന്ന് പറയുന്ന വലിയ സംവിധാനത്തെ അതിനുവേണ്ടി മുൻകൈയെടുത്തത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളായിരുന്നു. ഉസ്താദിന്റെ കർമ്മകുശലതയുടെ, ഉസ്താദിന്റെ സജീവമായ പ്രവർത്തനങ്ങളുടെ, ഉസ്താദിന്റെ ആത്മാർത്ഥതയുടെ, ഉസ്താദിന്റെ നിഷ്കളങ്കതയുടെ ഒരു വലിയ അടയാളമായി ഇനി നമ്മുടെ ഓരോ പ്രഭാതങ്ങളെയും, ഓരോ പ്രഭാതത്തിലും നമ്മളെ കാത്തിരിക്കുന്ന സുപ്രഭാതം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ വലിയ ഓർമ്മയായി നമ്മുടെ ഉമ്മറപ്പടിയിൽ നമ്മളെ തേടി വരികയാണ്. അല്ലേ? കൂടെയുള്ള ആളുകളൊക്കെ തുടരെയായി മരണപ്പെട്ടു പോയിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സത്യത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നിരന്തരം പോരാടുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ നോക്ക് കാണാൻ വേണ്ടി
കുട്ടുമല കോംപ്ലക്സിൽ പോയപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ വയ്യാതായിരുന്നു. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അപ്രതീക്ഷിതമായിട്ടുള്ള ഉസ്താദിന്റെ വിടവാങ്ങൽ, അത് വല്ലാത്തൊരാഘാതമായിരുന്നു മനസ്സിൽ. എനിക്കപ്പോ മയ്യത്ത് കാണുമ്പോഴൊക്കെ ഉസ്താദിന്റെ ആ മയ്യത്ത് കിടത്തിയിരിക്കുന്ന ആ ഒരു ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന രംഗം, ഉസ്താദ് അവറുകള് ഇടക്കര വന്നപ്പോ ചുങ്കത്തറയിൽ എന്നെ അവിടുത്തെ ഖതീബാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ചേർത്തി പിടിച്ച ആ വല്ലാത്തൊരവസരമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഏത് വ്യക്തിയോടും അവൻ എത്ര താഴെത്തട്ടിൽ കിടക്കുന്നവനായാലും, സംഘടനയുടെ ഏത് വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്നയാളായാലും ഒപ്പം ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടു നടന്ന് സംഘടനയുടെ പ്രവർത്തകന്മാരെ മനസ്സ് നിറയെ സ്നേഹിച്ച് ഉള്ളുകൊണ്ട് ഉസ്താദ് അവറുകൾ വല്ലാത്തൊരു സപ്പോർട്ടായിരുന്നു പലപ്പോഴും നൽകിയിരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ആ ഒരു ത്യാഗസമ്പൂർണമായ ജീവിതം സത്യം പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതം തന്നെയാണ്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്ന ഒരു വലിയ സ്ഥാനത്തിന് കൂടി അർഹനായിരുന്നു ഉസ്താദ് അവറുകൾ. അള്ളാഹുവിന്റെ ലംഘനീയമായ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ഈ യാത്രയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ ആളുകൾക്ക് യഖീനിന്റെ വഴിയിലേക്ക്, ശക്ക് സംശയത്തിൽ നിന്ന് യഖീനിന്റെ മാർഗത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നയിച്ചു. രണ്ടാമത്തെ വിഷയം മുത്തുനബി പറയുന്നു, മിനൽ കിബിരി ഇല തവാദു, അഹങ്കാരമില്ല, അഹങ്കാരത്തിൽ നിന്നും തവാദുഇന്റെ പാതയിലേക്ക്, താഴ്മയുടെ വഴിയിലേക്ക് ക്ഷണിക്കുന്നയാള്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതം അതായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിട്ടും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഹജ്ജ് കമ്മിറ്റി, ഒരു പ്രാവശ്യം ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ ആള് തന്നെ പിന്നീട് ചെയർമാനായി വരുന്നത്. ചരിത്രത്തിൽ അത്ഭുതകരമായ നിമിഷങ്ങളാണ് അതൊക്കെ, അല്ലേ? പദവികളൊക്കെ തേടി വരുന്നത് ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിലെ വലിയ സുഹൃത്തുക്കൾ കൊണ്ടാണ്, തവാളു കൊണ്ടാണ്. ഒമിനൽ കിബിരി ഇല തവാളു, കിബിരിൽ നിന്ന് തവാളുയിലേക്ക്. ഒമിനൽ അദാവതി ഇല നസീഹ, ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക്, ഗുണത്തിന്റെ വഴിയിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ക്ഷണിച്ചു. ആരോടും എവിടെയും ഉസ്താദിന് ഒരു ഫിത്നയുടെ സംസാരവും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ കളമ്പാടി മഹല്ലിന്റെ മഹല്ല് പ്രസിഡന്റായിട്ട് ഒരുപാട് കാലം ഉണ്ടായിരുന്നു എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും ഉസ്താദ് അവറുകളോട് മോശമായി സംസാരിച്ചിട്ടില്ല. പരുക്കൽ സംസാരം ഉസ്താദിനോടാരും സംസാരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അങ്ങനെയായിരുന്നു. മിനൽ അദാവതി ഇല നസീഹ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുന്നു, ഒമിനൽ റിയാഇ ഇലൽ ഇഖ്ലാസ്, റിയായിൽ നിന്ന്, ഉൾനാട്യത്തിൽ നിന്ന്, റിയായിൽ നിന്ന്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇലൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയുടെ, നിഷ്കളങ്കത്തിന്റെ, നിഷ്കാമകർമ്മത്തിന്റെ മാർഗത്തിലേക്കാണ് മഹാനായ ഉസ്താദ് അവറുകൾ ക്ഷണിച്ചത്. ഇഖ്ലാസ് എല്ലാം. ഒരുപാട് സമയം സുപ്രഭാതത്തിന്റെ ഓഫീസിൽ എല്ലായിടത്തും ശ്രദ്ധിക്കുമായിരുന്നു ഉസ്താദ് അവറുകൾ. ഞാൻ വലിയ നേതാവാണ്, ഞാൻ ഭയങ്കര സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തിരിക്കാതെ എല്ലായിടത്തും പോയി നോക്കി, എല്ലായിടത്തും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഒക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മുന്നോട്ട് പോയത്. ഒമിനർ റഗ്ബതി ഇല സുഹ്ദ്, ആഗ്രഹങ്ങളില്ലാത്ത ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് സാഹിദീങ്ങളായ ആളുകളെ സുഹുദിന്റെ, പരിത്യാഗത്തിന്റെ ഒക്കെ വക്താക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ജീവിതം പറഞ്ഞാലും തീരുകയില്ല. ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖവി ഉസ്താദ് അവറുകൾ എത്തിയിട്ടുണ്ട്. ഉസ്താദ് അവറുകൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഒന്നിനെ ഉസ്താദ് അവറുകൾ ദുആക്ക് നേതൃത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിരായ ശൈഖുനാനോട് കൂടെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു വഴിയിൽ ഇവരുടെയൊക്കെ മരണം കാണുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മളെ വഴി എത്ര നല്ല വഴിയാണ്. ഇവരൊക്കെ മരിച്ച് ഇവരുടെയൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ,
ഇവരുടെയൊക്കെ ജനാസ അനുഗമിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുകയാണ്, വന്നു കൂടുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് വേണ്ടി ദുആകൾ നടക്കുകയാണ്, പ്രാർത്ഥനകൾ നടക്കുകയാണ്. അങ്ങനെ 100 ആളുകൾ ചേർന്ന് ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കുക, പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഈ ഒരു വഴിയിലാണ് നമ്മളുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിഖ്യാതരായ പണ്ഡിതന്മാർ, അതിന്റെ ആലിമീങ്ങൾ, അവരുടെയൊക്കെ വഫാത്ത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഈ വലിയ അത്ഭുത സത്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ഇതാണ് ഹക്കായ പാത, ഇതാണ് നന്മയുടെ പാത, ഇതാണ് സുഹൃതങ്ങളുടെ വഴി. ഇവിടെയാണ് വസന്തവും, ഇവിടെയാണ് ഹേമന്തവും, ഇവിടെയാണ് ശിശിരവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആലിമീങ്ങൾ ചെലവഴിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്ദരായ സലാം ബഖവി ഉസ്താദ് അവറുകളെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം മൈക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.